ആലൻഷറിന്റെ അവയവങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ച 2 പേർ. കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസിന്റെ വളയം പിടിച്ച മാള സ്വദേശി ജൈനേഷും ശരത്ദാസും. ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവമാണെന്ന് ജൈനേഷ് പറഞ്ഞു. പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചത് വലിയ പിന്തുണയെന്നും ഇരുവരും വ്യക്തമാക്കി. MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുഞ്ഞാലിൻ്റെ അവയവങ്ങൾ വഹിച്ചുകൊണ്ടുള്ള 200 കിലോമീറ്റർ നീണ്ട ജൈത്രയാത്ര, ആ മഹത്തരമായ കർമ്മത്തിൽ പങ്കാളികളായി തീർന്ന 2 സാരഥികളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ജൈനീഷും അതുപോലെ തന്നെ ശരത് ലാലും. ആ നിമിഷങ്ങളെക്കുറിച്ച് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഈ ദൗത്യം തേടിയെത്തിയപ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഓട്ടം പറഞ്ഞു ഇങ്ങനെ ഇതുണ്ട്, അത് ഒന്ന് ശ്രദ്ധയോടെ പോയി ശ്രദ്ധയോടുകൂടി ഒന്ന് ദൗത്യമായിട്ടെടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ വിട്ടതാണ്. വന്ന വഴികളിലൊക്കെ എങ്ങനെയായിരുന്നു? വഴികളിൽ നല്ല ഇത്തിരി തിരക്കും കാര്യങ്ങളുണ്ടായി. പക്ഷേ പോലീസുകാർ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതൊരു ഭാഗ്യം. പിന്നെ ജനങ്ങളും എല്ലാ ജംഗ്ഷനിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു ആൾക്കാർ. അത് തന്നെ ഒരു ഭയങ്കര സമയം. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ഇവിടെ എത്തി. ഇനി നമുക്ക് ആ കൊച്ചിൻ്റെ എന്താ അറിയണം, അത്രേ ഉള്ളൂ. എന്നാലേ നമ്മൾ ഇതിൻ്റെ പൂർണ്ണതയെത്തുള്ളൂ. മുമ്പും ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾക്ക് ഭാഗം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നായാലും ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോ ഓർഗൻ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഭാഗമാവാറുണ്ട്. ഏറ്റവും കുഞ്ഞു പ്രായമുള്ള അവയവദാനം ഇത് ഫസ്റ്റ് ടൈമാണ്. അതൊരു മറക്കാനാകാത്തൊരു അനുഭവം. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കേരളക്കര മുഴുവൻ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കേരളക്കരയും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ആംബുലൻസ് ജനങ്ങളുടെയും എല്ലാ പ്രാർത്ഥനകളും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. ജനങ്ങളുടെയും പോലീസിൻ്റെയും എല്ലാ സ്റ്റാഫിനും ഇതിനുവേണ്ടി വേറെ എന്തുമാത്രം സ്റ്റാഫുകൾ ഹോസ്പിറ്റലിനുള്ളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കുള്ള എല്ലാവർക്കുള്ള കഴിവുകൊണ്ട് നന്നായി നടന്നത്. എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടുകൂടി ഇതിനായാലും ദൗത്യത്തിൻ്റെ ഭാഗമാണ്. നമ്മളതിലൊരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. പോലീസുണ്ട്, ജനങ്ങളുണ്ട്, ഹോസ്പിറ്റൽ സ്റ്റാഫുണ്ട്. അവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. കുടുംബത്തിൽ നിന്നൊക്കെ എങ്ങനെ അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു സപ്പോർട്ട്? കുടുംബത്തിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ളതായിരുന്നല്ലോ. തീർച്ചയായും ഇവരെ 2 പേരെയും സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷം മാത്രമല്ല, ആ കൃത്യസമയത്ത് തന്നെ ആ അവയവങ്ങൾ ആശുപത്രികളിൽ എത്തിക്കാൻ സാധിച്ചതിൻ്റെ ഒരു സാക്ഷാത്കാര മുഹൂർത്തത്തിനോട് കൂടിയാണ്. ആ വാക്കുകളാണ് അവരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ക്യാമറമാൻ അനൂജിനോടൊപ്പം MS വീണ, ജനം, തിരുവനന്തപുരം.